എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 2024 മാർച്ച് മാസത്തിലെ 20 മുതൽ 31 വരെ തീയതികളിലെ ഏതാനും ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തിലെ ആദ്യ CNG ബൈക്ക് അവതരിപ്പിച്ച കമ്പനി ബജാജ്. ലോകത്തിലെ ആദ്യ CNG ബൈക്ക് അവതരിപ്പിച്ച കമ്പനി ബജാജ്. 2024 മാർച്ച് 30 ഏത് പ്രക്ഷോഭത്തിൻ്റെ ശതാബ്ദി വാർഷികമാണ് ആചരിച്ചത്? വൈക്കം സത്യാഗ്രഹം. 2024 മാർച്ച് 30 ഏത് പ്രക്ഷോഭത്തിൻ്റെ ശതാബ്ദി വാർഷികമാണ് ആചരിച്ചത്? വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. നിലവിൽ 333 രൂപയായിരുന്നു, അത് 346 രൂപയാക്കി മാറ്റി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഏറ്റവും കുറച്ച് വേതനം നൽകുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശും നാഗാലാൻഡും ആണ്. അടുത്തത്, വയോജന ശിശുരോഗി പരിചരണം, പ്രസവ ശുശ്രൂഷ, ഭിന്നശേഷി പരിപാലനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി K4 കെയർ. വയോജന ശിശുരോഗി പരിചരണം, പ്രസവ ശുശ്രൂഷ, ഭിന്നശേഷി പരിപാലനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി K4 കെയർ. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമ ആടുജീവിതം, ദ ഗോട്ട് ലൈഫ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമ ആടുജീവിതം. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബ്ലസ്സിയാണ്. ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ VP ജഗതിരാജ്. VP ജഗതിരാജാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണ്യ ബാല്യം. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണ്യ ബാല്യം. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനം, അതായത് പോയിട്ട് തിരിച്ച് റൺവേയിൽ സുരക്ഷിതമായി ഇറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ വാഹനം. അതിൻ്റെ പരീക്ഷണം വിജയമാണ്. അതിൻ്റെ പേരാണ് പുഷ്പക്. അടുത്തത്, ദേശീയ ആരോഗ്യ മിഷൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന പദ്ധതി ബന്ധു. ഇതാരംഭിച്ച ആദ്യത്തെ ജില്ല എറണാകുളമാണ്. ദേശീയ ആരോഗ്യ മിഷൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ബന്ധു. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2002 EX-296 ഇന്ത്യയിലെ ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2002 EX-296 ഇന്ത്യയിലെ ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. ശൈശവ വിവാഹം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പൊൻവാക്ക്. ഡൽഹിയിൽ പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം നൗസേന ഭവൻ. ഡൽഹിയിൽ പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം നൗസേന ഭവൻ. ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യ, ഫ്രാൻസ്. ഗഗൻയാൻ മിഷന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യ, ഫ്രാൻസ്. 2024 ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് വേദി ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് വേദി ശ്രീലങ്ക. NIA പുതിയ മേധാവി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി സദാനന്ദ് വസന്ത്.
2024 മാർച്ചിൽ സിംഗപ്പൂർ ചരക്ക് കപ്പലായ ഡാലി ഇടിച്ച് തകർന്ന പാലം സ്ഥിതി ചെയ്യുന്ന നഗരം? ബാൾട്ടിമോർ, അമേരിക്ക. 2024 മാർച്ചിൽ സിംഗപ്പൂർ ചരക്ക് കപ്പലായ ഡാലി ഇടിച്ച് തകർന്ന പാലം? ബാൾട്ടിമോർ, അമേരിക്ക. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്? മേഘൻ. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്? മേഘൻ. ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 2024 റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് കമ്പനി? LIC. ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 2024 റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് കമ്പനി? LIC. ക്ഷയരോഗത്തിനെതിരെ ക്ലിനിക്കൽ പരീക്ഷണം നടത്തിയ കമ്പനി? ഭാരത് ബയോടെക്. ക്ഷയരോഗത്തിനെതിരെ ക്ലിനിക്കൽ പരീക്ഷണം നടത്തിയ കമ്പനി? ഭാരത് ബയോടെക്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബാൾ തീം പാർക്ക് നിലവിൽ വരുന്ന രാജ്യം? സൗദി അറേബ്യയിലെ റിയാദ്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബാൾ തീം പാർക്ക് നിലവിൽ വരുന്ന രാജ്യം? സൗദി അറേബ്യ. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകാൻ കേരള സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതി? പഞ്ച്. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകാൻ കേരള സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതി? പഞ്ച്. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി? സൈമൺ ഹാരിസ്. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി സൈമൺ ഹാരിസ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്